ടെന്നീസ് പോലെയുള്ള കളികളിൽ നമ്മൾ സാധാരണ ഒരു എതിരാളിയെ മാത്രമേ നേരിടുന്നു കണ്ടിട്ടുള്ളൂ. പക്ഷേ അലക്സാണ്ടർ സെരേവിന് 2 എതിരാളികൾ ഉണ്ടായിരുന്നു. നേരെ മുന്നിലുള്ള എതിരാളിയും അതുപോലെ തന്നെ സ്വന്തം ഉള്ളിലുള്ള ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന എതിരാളിയും. ഇത് രണ്ടിനെയും ഒരേ സമയം തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ച് ഓപ്പൺ നേടിയത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം ടൈപ്പ് 1 ഡയബറ്റീസ് എന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും എതിർക്കണം. ഈ അലക്സാണ്ടർ സെരേവ് ഒരു ചെറിയ കുട്ടി, 4 വയസ്സായ കുട്ടിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ടൈപ്പ് 1 ഡയബറ്റീസ് പിടിപെടുന്നത്. അതിനുശേഷം കുറേ കാലം ഈ ഒരു രോഗമുണ്ടെന്ന് പുറത്ത് ലോകം അറിയാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്ര ശ്രമിച്ചിരുന്നു അവരെല്ലാം. പക്ഷേ എന്തിനിത് ഒളിക്കണം? ഇതുണ്ടായിട്ട് കൂടി ഇത് കാരണം നിങ്ങൾക്ക് ഒരു വേൾഡ് ലെവലിലെ പ്ലെയർ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എനിക്കങ്ങനെ ആവാൻ പറ്റില്ല എന്ന് ആ കുട്ടി തിരിച്ചു ചോദിച്ചു. അതിനുശേഷം ഇതിനോടൊപ്പം തന്നെ, അതായത് പ്രമേഹം നന്നായി നിയന്ത്രിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ലെവലിൽ വേണമെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയർ ആവാനും ഫ്രഞ്ച് ഓപ്പൺ പോലെയുള്ളൊരു കിരീടം നേടാനും എല്ലാം കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന പ്രമേഹം കൃത്യമായി ഇൻസുലിൻ കൊടുത്ത് ചികിത്സിച്ചാൽ ആ കുട്ടി ഏത് തലത്തിലേക്കും എത്തും. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം നേടാനും കഴിയും. മറ്റുള്ളവരുടെ അത്ര തന്നെ ആയുസ് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ മനുഷ്യന് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കണം തീർച്ചയായും. താങ്ക് യു.